Yeah, good morning, dear students. We are doing chapter 21 trigonometry. In that last exercise we are doing, in that we have reached up to question number 1, Roman numeral 13 we have done. Now 14th one we will do. Okay, 14th one. Write down the question, Roman numeral 14. 1 minus 2 sine square a the whole square. 2 sine square a the whole square divided by cos raised to 4a minus sine raised to 4a, which is equal to 2 cos square a minus 1. 2 cos square a minus 1. So here everything, because the answer we need in cos. So the sine and all we can convert it into cos. Otherwise, we can split that one. Like that, anything we can do. So numerator, anyway, sine square, you convert it into cos square x. And the denominator, you write it as cos square a the whole square minus a square minus b square format. Okay. അതായത് ന്യൂമറേറ്ററിൽ നമുക്ക് റൈറ്റ് സൈഡിലുള്ള ആൻസർ കോസിലാണുള്ളത്. ഇപ്പോൾ ന്യൂമറേറ്ററിന് മാത്രം നമ്മൾ സൈൻ സ്ക്വയർ എന്നുള്ളതിനെ കോസ് സ്ക്വയർ 1 മൈനസ് കോസ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ ഡിനോമിനേറ്റർ നോക്കിയാൽ കോസ് റേസ് ടു 4a മൈനസ് സൈൻ റേസ് ടു 4a ആണ്. അതിന് കോസ് സ്ക്വയർ എ ദ ഹോൾ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമാറ്റ് ആണ്. അപ്പൊ അത് എ പ്ലസ് ബി എ മൈനസ് ബി പോലെ നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അതുപോലെ ചെയ്യാം. സോ നിങ്ങളും കൂടെ ചെയ്തോളൂ. LHS become 1 minus 2 into sin സ്ക്വയറിന് പകരം 1 മൈനസ് കോസ് സ്ക്വയർ. ഇനി ഒരു കാര്യം കൂടെ ഓർക്കുക, ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് സ്ക്വയറിന് മാത്രമാണ് കൊടുക്കാൻ പറ്റുക. മനസ്സിലായോ? സ്ക്വയർ റിലേഷൻസിന് മാത്രമാണ് നമ്മളത് കൊടുക്കുക. സോ കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എയും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എന്നും വരും. ഓക്കെ, ഇനി ഇതില് കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എന്നുള്ളത് 1 ആയി പോവുമല്ലോ. 1 ആയി പോകും. ഇനി ന്യൂമറേറ്ററിന് ഓപ്പൺ ദ ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 minus 2 plus 2 cos square a the whole square എന്ന് വരും. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിൽ ഇത് 1 ആയി പോയി, ഇത് 1 ആണ്. അപ്പൊ ഇതില് നമുക്ക് എന്ത് വേണം? കോസ് മാത്രമായിട്ട് വേണം. അപ്പൊ അതിലുള്ള സൈനിനെയും നമ്മൾ എന്ത് ആക്കുന്നു? 1 മൈനസ് കോസ് സ്ക്വയർ എ ആക്കുക. മനസ്സിലായപ്പോ 1 മൈനസ് കോസ് സ്ക്വയർ എ മൈനസ് 1 മൈനസ് കോസ് സ്ക്വയർ എ. ഇനി ന്യൂമറേറ്റർ 2 കോസ് സ്ക്വയർ എ 2 കോസ് സ്ക്വയർ എ. ഓക്കെ, മൈനസ് 2 പ്ലസ് 1 എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. അതിന്റെ സ്ക്വയറിന് വരും. യാ Ma'am, we are not able to see the screen. Why? Only for you or for screen sharing has paused? Yeah. Now. Okay. Now can you hear? Can see that now? Yes, ma'am. So the question is 1 minus 2 sin square a the whole square and divided by cos raised to 4a minus sin raised to 4a. അതിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് റൈറ്റ് സൈഡ് ആൻസർ നോക്കുക. അതിൽ കോസ് സ്ക്വയർ എ ആണ് ഉള്ളത്. ന്യൂമറേറ്ററിലുള്ള സൈൻ സ്ക്വയർ എന് 1 മൈനസ് കോസ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ ഡിനോമിനേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നോക്കുക, അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമാറ്റിലാണ്. അപ്പൊ എയുടെ പ്ലേസിൽ കോസ് സ്ക്വയർ എയും ബിയുടെ പ്ലേസിൽ സൈൻ സ്ക്വയർ എയും. അപ്പൊ എ പ്ലസ് ബിന്റെ എ മൈനസ് ബി ഫോമാറ്റിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ റിമൈനിങ് ടേമിനെ വീണ്ടും കോസിലേക്ക് മാറ്റാം. ഓക്കെ, ഡിനോമിനേറ്ററിലുള്ളത്. അപ്പൊ ഇവിടെ എന്ത് വരും? കോസ് സ്ക്വയർ എ മൈനസ് 1 പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് വരും. അപ്പോൾ ന്യൂമറേറ്റർ ബിക്കം 2 കോസ് സ്ക്വയർ എ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ആൻഡ് ഡിനോമിനേറ്ററിൽ കോസ് സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ 2 കോസ് സ്ക്വയർ 2 കോസ് സ്ക്വയർ എ മൈനസ് 1 എന്ന് വരും. 2 കോസ് സ്ക്വയർ എ മൈനസ് 1. അപ്പൊ ഇത് രണ്ടും ഒരു തവണ വെട്ടിപ്പോകുമല്ലോ, ന്യൂമറേറ്റർ. അപ്പൊ ബാക്കി വരുന്നത് 2 കോസ് സ്ക്വയർ എ മൈനസ് 1 എന്നുള്ളത് റിമൈനിങ് ആയിരിക്കും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. സോ വാട്ട് വി ഹാവ് ഡൺ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. എങ്ങനെയാണ് അത് മാറ്റിയത് എന്നുള്ളത് നന്നായി മനസ്സിലാക്കി. മുകളിലുള്ള കോസ് സൈൻ നമുക്ക് ആൻസർ കോസിലാണ് വേണ്ടത്. അപ്പൊ ഡിനോമിനേറ്ററിൽ നമ്മൾക്ക് ആദ്യം തന്നെ ആ സൈൻ സ്ക്വയർ എക്ക് പകരം 1 മൈനസ് കോസ് സ്ക്വയർ കൊടുക്കാൻ പോയാൽ അത് എക്സ്പാൻഡ് ചെയ്ത് വരും. ഓക്കെ, നമുക്ക് അങ്ങനെ വേണമെച്ചാലും ചെയ്യാം. ഇപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമാറ്റിന് പകരം അതിലുള്ള സൈൻ സ്ക്വയർ എക്ക് പകരവും നമുക്ക് എന്ത് കൊടുക്കാം? 1 മൈനസ് കോസ് സ്ക്വയർ കൊടുക്കാം. പക്ഷെ അതിന്റെ ഹോൾ സ്ക്വയർ വരുമ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ളത് ഡിനോമിനേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടേക്ക് വരും. അത്ര
അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കത് ഏത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ആൻസറിലേക്ക് ട്രൂ ആയിട്ടുള്ള റൂൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ മെത്തേഡിൽ ചെയ്തു. ഇപ്പൊ നിങ്ങളിപ്പോ ഡിനോമിനേറ്ററിലും കൂടെ ആ സൈൻ സ്ക്വയറിന് 1 മൈനസ് കോസ് സ്ക്വയർ കൊടുത്തോ. അപ്പൊ അതിന്റെ ഒരു ഹോൾ സ്ക്വയർ വരും. റേസ്റ്റ് 4 അല്ലേ, അതിന്റെ ഒരു ഹോൾ സ്ക്വയർ വരും. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ കോസ് റേസ്റ്റ് 4 വെട്ടിപ്പോകും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 2 കോസ് സ്ക്വയർ മൈനസ് 1 എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. മനസ്സിലായോ? അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, റോമൻ ന്യൂമറൽ 15-16 15 ചെയ്യാം, 16 അതേപോലെ തന്നെയാണ്, അത് നിങ്ങൾ ചെയ്യാം കേട്ടോ. റോമൻ ന്യൂമറൽ 15. The question is sec raised to 4a into 1 minus sin raised to 4a minus 2 tan square a equal to 1 minus 2 tan square a equal to 1. ഓക്കെ, എന്താണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എല്ലാത്തിനും സൈനിനെയും കോസിന്റെയും ടേമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയുന്ന കോൺസെപ്റ്റ്. അപ്പൊ അതിലേക്ക് മാറ്റാം. 1 by cos raised to 4a into 1 minus sin raised to 4a minus 2 into tan square a എങ്ങനെ എഴുതാം? sin square a divided by cos square a എന്ന് എഴുതാം. ഓക്കെ, LHS. അപ്പൊ ഇതിന് ഇവിടെ കോസ് റേസ്റ്റ് 4 ആണുള്ളത്, ഇവിടെ കോസ് സ്ക്വയർ ആണ്. അപ്പൊ ഒരു കോസ് സ്ക്വയറെ കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ കോസ് സ്ക്വയർ റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ അതേ തന്നെ വരും. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് 1 മൈനസ് സൈൻ റേസ്റ്റ് ടു 4a തന്നെ വരും. മൈനസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ എ എന്ന് വരും. ഓക്കെ, സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ എന്ന് വരും. എന്നിട്ട് ഡിനോമിനേറ്ററിൽ അതല്ല നമുക്കിതിങ്ങനെ ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ റേസ്റ്റ് കോസ് റേസ്റ്റ് 4a ആണ് ന്യൂമറേറ്ററിൽ വരിക. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ രണ്ട് ടേമിന് അല്ലൊരു എന്താ പറയാ, പവർ ഓർഡറിൽ എഴുതിയാൽ എന്താ പറയാ, 1 മൈനസ് 2 സൈൻ സ്ക്വയർ എ. ഓക്കെ, ഇനി ആ കോസ് സ്ക്വയറിന് 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് കൊടുക്കുന്നു. ഓക്കെ, പ്ലസ് സൈൻ മൈനസ് സൈൻ റേസ് ടു 4a കൂടെ മൈനസ് സൈൻ റേസ് ടു 4a ഉണ്ടാവും. ഹോൾ ഡിവൈഡഡ് ബൈ കോസ് റേസ് ടു 4a. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാം. 1 മൈനസ് 2 സൈൻ സ്ക്വയർ എ പ്ലസ് 2 സൈൻ റേസ് ടു 4a മൈനസ് സൈൻ റേസ് ടു 4a. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ കോസ് റേസ് ടു 4a എന്ന് വരും. ഇനി എന്ത് വരും? ഇവിടെ നോക്കാം. സൈൻ 2 സൈൻ റേസ് ടു 4aയും ഇതും കൂടെ 1 സൈൻ റേസ് ടു 4a ആയി അല്ലേ. അപ്പൊ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എ പ്ലസ് സൈൻ റേസ് ടു 4a എന്ന് വരും, ഡിവൈഡഡ് ബൈ കോസ് റേസ് ടു 4. ഇനി ഇത് നോക്കിയതാ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഇത് 1 സ്ക്വയർ, ഇത് സൈൻ സ്ക്വയർ എയുടെ ഹോൾ സ്ക്വയർ, അതിന്റെ 1 ഇൻറ്റു 2 ഇൻറ്റു സൈൻ സ്ക്വയർ എയിലെ മിഡിലിൽ കിടക്കുന്നത്. അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമാറ്റിലാണ് ഉള്ളത്. 1 മൈനസ് സൈൻ സ്ക്വയർ എയുടെ ഹോൾ സ്ക്വയർ ഫോമാറ്റിലാണുള്ളത്, ഡിവൈഡഡ് ബൈ കോസ് റേസ് ടു 4a. 1 മൈനസ് സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ എ ആണ്. അപ്പോൾ കോസ് സ്ക്വയർ എയുടെ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ കോസ് റേസ് ടു 4a ഡിവൈഡഡ് ബൈ കോസ് റേസ് ടു 4a. അപ്പോൾ ആൻസർ 1 എന്ന് കിട്ടും. അതല്ലാതെയും ആദ്യം തന്നെ അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ആദ്യം തന്നെ അത് ചെയ്യാനും പറ്റുമായിരുന്നു. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഒന്ന് നോക്കിക്കോ. sec raised to 4a minus into 1 minus sin raised to 4. Yeah, this is the only direct method. That is everything converting it into sin and cos. എല്ലാത്തിനെയും നമ്മൾ sin and cos ലേക്ക് ആക്കുക, LCM എടുക്കുക അല്ല, LCM എടുത്തു, ഫോമാറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്തു, ലൈക്ക് ടേംസ് ആഡ് ചെയ്തു. അപ്പൊ കിട്ടിയ ആൻസർ നമുക്ക് എന്താ കിട്ടിയത്? അവസാനം 1 മൈനസ് 2 സൈൻ സ്ക്വയർ എ പ്ലസ് സൈൻ റേസ് ടു 4a എന്നാണ് കിട്ടിയിരിക്കുന്നത്. അത് എന്താണത്? 1ന്റെ പ്ലേസിൽ 1 സ്ക്വയർ, സൈൻ റേസ് ടു 4 എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എയുടെ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇടയിലുള്ളത് മൈനസ് 2ab ആണ്. അപ്പൊ എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോമാറ്റിലാണ് ഉള്ളത്. 1 മൈനസ് സൈൻ സ്ക്വയർ ചെയ്ത ഹോൾ സ്ക്വയറിന്റെ ഫോമാറ്റ്. അപ്പൊ 1 മൈനസ് സൈൻ സ്ക്വയർ എന്താ?
cos square a യുടെ whole square എന്ന് പറഞ്ഞാൽ cos raised to 4a divided by cos raised to 4a. That is 1. അതേപടി റോമൻ ന്യൂമറൽ 6 കൂടെ ചെയ്യും. ഇനി റോമൻ 16 17 ഞാൻ ഓൾറെഡി ഹോംവർക്ക് തന്നതാണ്. അത് ഡയറക്റ്റ് ചെയ്താൽ തന്നെ എല്ലാം ക്യാൻസൽ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഐഡന്റിറ്റി ഇടയിൽ വരികയൊക്കെ ചെയ്യുമ്പോൾ അത് വരും, 1 വരും. പിന്നെ ഞാൻ പറഞ്ഞു റോമൻ ന്യൂമറൽ 2 അല്ല ക്വസ്റ്റ്യൻ നമ്പർ 2, 3, 4 നിങ്ങൾ ചെയ്യുക കേട്ടോ. 2, 3, 4 അതിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അത് നമ്മൾ സെക്കൻഡ് എക്സസൈസിൽ ചെയ്ത അതേ ഫോർമാറ്റ് തന്നെയാണ്. 2, 3, 4 അതേപടി ചെയ്യാം. ഇനി 5ഉം 6 ഒരെണ്ണം ചെയ്യാം, എന്നിട്ട് 5 കൂടെ ചെയ്യാം. അപ്പൊ എഴുതിക്കാം ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5. എന്താ ഇത്രയും പേര് ബ്രേക്ക് ആണ്? എന്തിനാ പിന്നെ പഠിപ്പിക്കുന്നത്? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് ചെയ്യുന്നത്. tan a equal to n into tan b. tan a equal to n into tan b. sin a equal to m into sin b. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് cos square a equal to m square minus 1 divided by n square minus 1. ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് എഴുതി വരാം. അവസാനം cos square a എന്ന് കിട്ടിയാൽ മതിയല്ലോ. Okay, so just start from right side. M square minus 1 divided by n square minus 1. ഇനി m ഉം n എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ n എന്ന് പറയുന്നത് tan a divided by tan b. Then m is equal to sin a divided by sin b. So that we can substitute here. So what will you get? So sin square a divided by sin square b minus 1 divided by tan square a by tan square b minus 1. Now take the LCM. So what is it become? Sin square a minus sin square b whole divided by sin square b. Okay, then same way in the denominator, tan square a minus tan square b whole divided by tan square b. Now what we need to do is tan a and tan b, reciprocal multiplication we can apply. Okay, reciprocal multiplication. So what is it become? Numerator is sin square a minus sin square b divided by sin square b. Sin square a minus sin square b divided by sin square b. That is first term. Second one, reciprocal will come. Reciprocal means this will come in the reverse will, reciprocal will come in the numerator. So tan square b divided by tan square a minus tan square b. Okay, now that tan b, tan a, everything we can convert it into sin and cos. Okay, so first part we are not doing anything. So that way itself you keep it. Sin square a minus sin square b divided by sin square b. Into what is this one? Tan square b become sin square b divided by cos square b, and the denominator become sin square a divided by cos square a minus sin square b divided by cos square b. Okay, now here again LCM we can take it here, cross multiplication. So what is it become? Sin square a minus sin square b divided by sin square b into here sin square b divided by cos square b, and the denominator become, denominator while cross multiplying, sin square a into cos square b minus cos square a into sin square b whole divided by cos square a into cos square b. Okay, then again reciprocal. So it will come in the, otherwise this cos square b and cos square b denominator will cancel. This cos square a will come in the numerator. Okay, this cos square a will come in the numerator. So sin square a minus sin square b divided by sin square b. Okay, then into numerator become sin square
b into cos square a, sin square b into cos square a, and the denominator become this part. This part you convert sin square a, cos square b, and sin square cos square a, you convert into sine. Okay, cos square a and sin square, cos square b, you convert it into sine. So what is it become? Sin square a into 1 minus sin square b minus sin square b into 1 minus sin square a. 1 minus sin square a. This is the one. That is sin square a minus sin square b divided by sin square b. And here sin square b into cos square a and divided by, open the bracket, sin square a minus sin square a sin square b minus sin square b plus sin square b sin square a. Look that in this, these two terms will cancel each other, isn't it? So what is remaining? Sin square a minus sin square b divided by sin square b into sin square b into cos square a divided by sin square a minus sin square b. Everything cancelled, no? So these both will cancel, this both will cancel. So the remaining is cos square a. Remaining answer is cos square a. That is the final answer. Not much. ഇതിപ്പോ വലിയ കാര്യമൊന്നുമില്ല. എല്ലാത്തിനെയും നമ്മൾ സൈനിന്റെയും കോസിന്റെയും ടേമിലാക്കി LCM എടുത്തു. അത് കെയർഫുള്ളി അതിലേക്ക് മാത്രം ഇങ്ങനെ ശ്രദ്ധയോടെ ചെയ്യാം. അല്ലാതെ ഇവിടെ സ്പീഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, മിസ്റ്റേക്ക് ഉണ്ടാകും. അപ്പൊ നമ്മൾ ശ്രദ്ധയോടെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഇപ്പൊ ഈ n² - 1 എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഇപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തു? ആ n² - 1ന്റെ എക്സ്പാൻഷൻ ആണ് ഇവിടെ മുഴുവൻ ചെയ്തിരിക്കുന്നത്, അല്ലെ? അവസാനം വരെ ഇത്രടം വരെയും n² - 1ന്റെ, കാരണം മറ്റേ പുറം m² - 1 ഒന്നും ചെയ്യാനില്ല. അപ്പൊ n² - 1 നിങ്ങൾ തനിച്ച് കണ്ടുപിടിച്ച് അത് ഫുൾ എക്സ്പാൻഷൻ എല്ലാം സൈനിന്റെയും കോസിന്റെയും ടേമിൽ ആകുന്നത് ഇത്രയും വരെ എത്തുന്നത് വരെ നിങ്ങൾ അത് തനിച്ച് ചെയ്തിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താലും മതി. ഇത്രയും വരെ ചെയ്യുന്നത് തനിച്ച് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ചുമ്മാ വേഗം അത് ക്യാൻസൽ ചെയ്ത് പോകും. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ എല്ലാം കൂടെ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ ആക്കി ഫ്രാക്ഷൻ ആക്കി മുകളിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ എഴുതുന്നത്, അത് പഠിച്ചിരിക്കണം. അത് അറിവാണ്, അത് ചെയ്യാൻ അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. അത് എങ്ങനെ, അത് അങ്ങനെ തന്നെയാണ് വരുള്ളൂ. അപ്പൊ ഇതിനേക്കാളും എക്സ്പാൻഡഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരിക. അപ്പോ അങ്ങനെയൊന്നും വരത്തില്ല എങ്കിലും അപ്പൊ അവര് ഡെമോ കാണിച്ചതിൽ ഇതുപോലെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോ അതൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അത് ഇങ്ങനെ ചെയ്ത് ശീലിക്ക് തന്നെ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ ഒരു മെത്തേഡിലേക്ക് അത് ടഫ് ആണ് എന്ന് പറഞ്ഞ് വിട്ടത് കൊണ്ട് ഒരു കാര്യമില്ല. അല്ല, അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ഒരു അറിവ്, അത് പഠിക്കുന്നില്ല, അത് മനസ്സിലാകുന്നില്ല. അപ്പൊ നിങ്ങൾ അതിലേക്ക് അത് ഒന്നും ഒരു കാര്യമില്ല. ഇങ്ങനെ അതിലേക്ക് മാത്രം സൂക്ഷ്മമായി ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാല് ഷുവർ ആയിട്ട് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ട്രിഗണോമെട്രി. എനിക്ക് പഠിക്കുന്ന കാലത്തൊക്കെ നല്ല ഇഷ്ടമുള്ളതാണ്. എല്ലാവർക്കും അത്യാവശ്യം മാത്സ് അറിയുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കാണിത്. പിന്നെ കെയർലെസ് ആണ്, അത് അവനവന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ടാണല്ലോ എല്ലാപ്പോഴും മാർക്ക് പോകുന്നത്. അത് പഠിക്കാൻ അറിവില്ലാത്തത് കൊണ്ടല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതങ്ങനെ ചെയ്യാട്ടാ. എനിക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 6, അതില് 6ലെ 1 ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ 1 ഹോംവർക്ക് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ സെക്കൻഡ് വൺ വി വിൽ ഡു നൗ. അപ്പൊ 4 cos square a, ഇത് എളുപ്പമാണ് കേട്ടോ. കോംപ്ലിമെന്റ് ആംഗിൾ കണ്ടുപിടിക്കുന്ന ടൈപ്പ് പ്രോബ്ലം. ഇത് ഈക്വൽ ടു 0 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വി നീഡ് ടു ഷോ ദാറ്റ് cos 3a is equal to 4 cos cube a minus 3 cos. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതാണ്. This one we need to prove it. So what we need to do is, from the given condition we will start. So 4 cos square a minus 3 equal to 0 means 4 cos square a is equal to 3. So cos square a equal to
3 by 4. So what will be cos A? The root of 3 by 4. That is cos A is equal to root 3 by 2. അപ്പോൾ ഇവിടെ ഓൾറെഡി എ അക്യൂട്ട് ആംഗിൾ ആണ്. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏത് ആംഗിളിനാണ്, സ്റ്റാൻഡേർഡ് ആംഗിളിനാണ് കോസിന്റെ വാല്യൂ റൂട്ട് 3 by 2 ആവുന്നത്? A is 30 degree. Okay, so A equal to 30 degree. That A just is substitute in this. So what is cos 3A? Cos 3A എന്ന് പറഞ്ഞാൽ cos 90. 3 into 30, 90 degree. Cos 90, 0. ഇനി RHS 4 into cos cube A minus 3 cos A. എത്രയാണ് വരിക? 4 cos cube 30 minus 3 into cos 30. Cos 30 is root 3 by 2. So 4 into root 3 by 2 the whole raised to 3 minus 3 into root 3 by 2. Okay. Any mistake in that? Root 3 by 2. Cos value root 3 by 2 another 30 degree. 30 degree. Okay. 4 cos cube 30. 4 cos cube 30 എന്ന് root 3 by 2 the whole cube. 3 into cos 30. Okay. അപ്പോൾ ഇവിടെ എന്താ പറയാ? That is 4 into 3 root 3 divided by 8 minus 3 root 3 divided by 2. ഈ 4 ഇവിടെ 2 times. അപ്പോൾ എന്താ പറയാ? 3 root 3 divided by 2 minus 3 root 3 by 2. That is equal to 0. So both sides we got it as 0, 0. Therefore, we proved it. Okay, that much. So ഇത് എന്താ ചെയ്തതെന്ന് ഒന്നും കൂടെ ഓർത്ത് വെക്കാം. ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്നു യൂസിങ് ദ സ്റ്റാൻഡേർഡ് ആംഗിൾ. അത് അങ്ങനത്തെ വരുള്ളൂ. അപ്പൊ ഇങ്ങനെ എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ആ എനെ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് അതിലേക്ക് കൊടുക്കുക. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി എനിക്ക് തോന്നുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 8 കോംപ്ലിമെന്ററി ആംഗിൾ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ കോംപ്ലിമെന്ററി ആംഗിൾ ഇല്ല. കോംപ്ലിമെന്ററി ആംഗിൾ എടുത്ത് മാറ്റിയതാണ്. 7ഉം 8ഉം അതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത്. 9ഉം ആക്ച്വലി. ഓക്കെ, 9ഉം അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്. ഞാൻ ഒന്നും കൂടെ വെരിഫൈ ചെയ്തതിന് ശേഷം അത് പറഞ്ഞു തരാം. ഇനിയിപ്പോൾ പഠിപ്പിച്ച് തരാതിരുന്നിട്ടും കാര്യമില്ല. പരീക്ഷയ്ക്ക് വരില്ല എന്നേ ഉള്ളൂ. പക്ഷെ അറിവില്ലാതിരിക്കില്ലല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 7 നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച ടൈപ്പാണ്. അപ്പൊ അതിപ്പോ അറിഞ്ഞിട്ടില്ലെങ്കിൽ 90 മൈനസ് തീറ്റ കൊടുത്തിട്ട് വരുന്നതാണ്. പക്ഷെ 8ഉം 9ഉം നമ്മൾ അറിവില്ലാതിരിക്കേണ്ട, പഠിപ്പിച്ചു തരാം. പക്ഷെ ബോർഡ് അവര് എക്സാമിന് അത് എടുത്തു മാറ്റിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതെങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യണം. ടാൻ ഓഫ് 55 പ്ലസ് എക്സ് എന്ന് പറയുന്നത് കോട്ട് ഓഫ് 35 മൈനസ് എക്സിന് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഫോർമുല ടാൻ 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോട്ട് തീറ്റയാണ്. ഓക്കെ, സോ കോട്ട് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. ഇതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇത് നേരത്തെ പഠിച്ചു തന്നെയാണ്. അത് നമ്മൾ 9th ഒരു ട്രിഗണോമെട്രിയുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അതേപടി ഈ ടാൻ ഓഫ് എക്സിനെ എന്തായിട്ട് എഴുതാൻ പറ്റും? കോട്ട് 90 മൈനസ് തീറ്റ എന്ന് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ LHS നിന്ന് തുടങ്ങാണ്. ടാൻ 55 പ്ലസ് എക്സിനെ ഞാൻ എന്താക്കുന്നു? നമുക്ക് റൈറ്റ് സൈഡിൽ കോട്ടിലല്ലേ വേണ്ടത്. അപ്പൊ കോട്ട് ഓഫ് 90 മൈനസ് ഓഫ് 55 പ്ലസ് എക്സ് അല്ലേ? ഇവിടെ തീറ്റയുടെ പ്ലേസിൽ തന്നെ 55 പ്ലസ് എക്സ് ആണ്. അപ്പൊ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് 90 മൈനസ് തീറ്റ. 90 മൈനസ് ഓഫ് 55 പ്ലസ് എക്സ്, ദാറ്റ് ഈസ് കോട്ട് 90 minus 55 minus x, that is cot 35 minus x. മനസ്സിലായോ? ഇത്രയുള്ളൂ. അത് തന്നെയാണ് അവിടെ എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത്രയുള്ളൂ അത്. ഇപ്പൊ അതിൽ തന്നെ റോമൻ ന്യൂമറൽ 5 വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. 5 1/1 പ്ലസ് സൈൻ 90 മൈനസ് എ എന്നുണ്ട്. പ്ലസ് 1/1 മൈനസ് സൈൻ 90 മൈനസ് എ എന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആൻസർ എന്താ കിട്ടേണ്ടത്? 2 sec സ്ക്വയർ 90 മൈനസ് എ എന്ന് കിട്ടണം. അപ്പൊ ഇതിന് സൈൻ 90 മൈനസ് എ കോസ് എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. 1/1 പ്ലസ് കോസ് എളുപ്പമായില്ലേ? പ്ലസ് 1/1 മൈനസ് കോസ്. ഇത് നമ്മൾ സാധാരണ LCM എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യല്ലേ ചെയ്യാം. 1 മൈനസ് കോസ് എ പ്ലസ് 1 പ്ലസ് കോസ് എ divided by 1 minus cos square a. അപ്പോൾ ഇതിലെ cos a വെട്ടി പോകുമ്പോൾ 2 divided by
1 minus cos square A is sin square A. Sin square A മുകളിലേക്ക് പോകുമ്പോൾ cosec square. So 2 cosec square A. ഇനി കൊസീക്കിനെ സീക്കിലേക്ക് ആക്കാൻ 90 മൈനസ് എ എന്നല്ലേ എഴുതാം. കൊസീക്ക് ഈക്വൽ ടു സീക്ക് 90 മൈനസ് എ. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? സീക്ക് സ്ക്വയർ 90 മൈനസ് എ എന്ന് എഴുതാൻ പറ്റും. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 8 പഠിക്കാനുള്ളത്, 2 ടൈപ്പ്. ഇനി 9 പറയുന്നത്, 9 കോംപ്ലിമെന്ററി ആംഗിൾ തന്നെയാണ്. ഓക്കെ, 9 ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. A and B are complementary angle എന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. So what we need to take it as A plus B is 90 എന്ന് പറയണം. A plus B equal to 90. അങ്ങനെയാണ് വെച്ചാൽ എക്ക് പകരം എന്ത് കൊടുക്കാം? 90 മൈനസ് ബി എന്ന് കൊടുക്കാം. wherever necessary. ബിക്ക് പകരം 90 മൈനസ് എ എന്ന് വേണിച്ചാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതില് ഞാൻ ഏറ്റവും ലാസ്റ്റത്തെ പ്രോബ്ലം ചെയ്ത് കാണിക്കാം. റോമൻ നമ്പർ 4. നമുക്കിവിടെ സൈൻ എ പ്ലസ് സൈൻ ബി divided by sin A minus sin B, okay, plus cos B minus cos A divided by cos B plus cos A equal to 2 by 2 sin square A minus 1 എന്ന് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് സൈൻ എയിലാണ് ആൻസർ വേണ്ടത്. അപ്പൊ ഈ ബീനെ എല്ലാം ഞാൻ എയിലേക്ക് മാറ്റുന്നു. ബീനെ എല്ലാം എന്ത് ചെയ്യുന്നു? എയിലേക്ക് മാറ്റുന്നു. ഓക്കെ, സൈൻ ബി കോസ് ബി എല്ലാത്തിനും നമ്മൾ എന്തിലേക്കാക്കാം? ബീനെ എല്ലാത്തിനും എയിലേക്ക് മാറ്റും. അപ്പൊ ഇവിടെ തന്നെ വരും സൈൻ എ. ഓക്കെ, സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 90 മൈനസ് ബി അല്ലേ? ഓക്കെ, സൈൻ 90 മൈനസ് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ സൈൻ എ പ്ലസ് സൈൻ 90 മൈനസ് എ പ്ലസ് രണ്ടാമത്തെ ടേം എന്താ വരിക? രണ്ടാമത്തെ ടേം കോസ് ബി ആണ്. അപ്പൊ കോസ് 90 മൈനസ് എ മൈനസ് കോസ് എ. അതേപോലെ കോസ് 90 മൈനസ് ബി എ പ്ലസ് കോസ് എ എന്ന് വരും. ഇനി അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്താണ് 90 മൈനസ് എ എന്ന് പറഞ്ഞാൽ സൈൻ 90 മൈനസ് എ കോസ് എ അല്ലേ? അല്ലേ? അപ്പൊ എന്ത് വരുന്നു? സൈൻ എ പ്ലസ് കോസ് എ will be the numerator and sin a minus, here it is minus, okay, sin a minus cos a will be the denominator and the numerator become അടുത്തതില് cos 90 minus a sin a അല്ലേ? അപ്പൊ sin a minus cos a അതേപടി sin a plus cos a, sin a plus cos a. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറെ എണ്ണമൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, പിന്നെ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് 1 കൊടുക്കാം. ഓക്കെ, അപ്പൊ ആകെ അവിടെ 2 എന്ന് വരും. 1 + 1 2 എന്ന് ന്യൂമറേറ്ററിൽ വരും. അപ്പൊ താഴെ സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ ആണ് വരിക. പക്ഷെ നമുക്ക് ആൻസർ എന്താ വേണ്ടുള്ളൂ? സൈൻ സ്ക്വയർ എ വേണ്ടുള്ളൂ. അപ്പൊ ആ കോസ് സ്ക്വയർ എക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മനസ്സിലായോ? കോസ് സ്ക്വയർ എക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആദ്യം തന്നെ ചെയ്യേണ്ട, അത് ഡിനോമിനേറ്ററിൽ മാത്രം ചെയ്യാം. ന്യൂമറേറ്ററിൽ നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തന്നെ അത് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. എ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ വരും. അതിൽ അത് 1 ആണല്ലോ. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി 1 + 1 2 എന്ന് വരും. ഡിനോമിനേറ്ററിൽ സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ ആണ് വരിക. അതിലെ കോസ് സ്ക്വയർ എനെ മാറ്റിയിട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ എ കൊടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ 2 സൈൻ സ്ക്വയർ എ മൈനസ് 1 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അത്രയാണ് അതിലെ മെയിൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 എന്ന് പറയുന്നത് നമ്മളിപ്പോ ചെയ്ത 6th ക്വസ്റ്റ്യൻ ഇല്ലേ, അതുപോലെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 11. ഇനി 13, 14, 15 ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 13, 14, 15 ചെയ്യാൻ പറ്റും. അത് വലിയ കുഴപ്പമില്ല. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് 14ഉം 15 ഒക്കെ നമ്മൾ ഇതുവരെ ചെയ്ത അതേപടി തന്നെയാണ്. എല്ലാത്തിനും എക്സ്പാൻഡ് ചെയ്ത് സൈനിന്റെയും കോസിന്റെയും ടേമിലൊക്കെ കൺവേർട്ട് ചെയ്യാം. അത്രയാണ്. അപ്പൊ ഇനിയിപ്പോ 12ഉം ചെയ്താൽ കിട്ടും. 12ഉം എളുപ്പമുള്ളതാണ്. പക്ഷെ അതിലെ 12ലെ ഒരു ലാസ്റ്റ് പ്രോബ്ലം മാത്രം ഞാൻ പറഞ്ഞു തരാനുണ്ട്. അത് പറഞ്ഞു തന്നിട്ട് പിന്നെ 10 മാത്രമല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ അത് അടുത്ത ക്ലാസ്സിലേക്കോ അങ്ങനെയെങ്കിലും പഠിച്ചു നിർത്താം. ഓക്കെ, അപ്പൊ 12ഉം 13ഉം കൂടെ ഒന്ന് പറഞ്ഞിട്ട് നിർത്താം. പിന്നെ 10 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. 11 നമ്മളിപ്പോ ചെയ്ത 6th പോലെയാണ്, 6th പ്രോബ്ലം പോലെയാണ് കേട്ടോ. അത് ചെയ്താൽ കിട്ടും. കിട്ടുന്നതേ ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ഒരുപാട് ടഫുള്ളതൊന്നും തരുന്നില്ല. ഇനി 12th 1 ആണ്. 12th 1ൽ ഇപ്പൊ റോമൻ ന്യൂമറൽ 4 ആണ് എടുക്കണമെന്ന് വെച്ചു. അപ്പൊ നമുക്ക് വരുന്നത് കോസ് സ്ക്വയർ എ മൈനസ് കോസ് എ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നമുക്കിവിടെ കോസ് എയുടെ വാല്യൂ ആണ് അവർ കാണാൻ പറയുന്നത്. എയുടെ വാല്യൂ അക്യൂട്ട് ആംഗിൾ 0 to 90 വരെ. നമുക്കിത് എങ്ങനെയാ കാണാം? അപ്പൊ ഇതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാക്ടറൈസ് ചെയ്യുന്നു.
അപ്പോൾ കോസ് എ പുറമെ എടുക്കുമ്പോൾ കോസ് എ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് വരും. നമ്മൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ ഇതർ എക്സ് ഈക്വൽ 0 ഓർ എക്സ് മൈനസ് 1 ഈക്വൽ 0 അങ്ങനെയല്ലേ കൊടുക്കാം. അതേപടി ഇവിടെ കോസ് എ ഈക്വൽ ടു 0 ഓർ കോസ് എ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പോൾ കോസ് എ 0 ആകുന്നത് ഏത് വാല്യൂവിനാണ്? 90 ഡിഗ്രിക്ക്. കോസ് എ 1 ആവും. അപ്പോൾ എയുടെ ഏത് വാല്യൂവിനാണ് എ 1 ആവുന്നത്? 0 ഡിഗ്രിക്ക്. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90. അപ്പോൾ 0യും 90യും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എക്ക് കിട്ടാവുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 0 ഡിഗ്രി ഓർ 90 ഡിഗ്രി. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. മറ്റതിലൊന്നും ഫാക്ടറൈസ് ചെയ്യേണ്ട. ആദ്യത്തെ റോമൻ ന്യൂമറൽ 1 2 3 ഒന്നും ഫാക്ടറൈസ് ചെയ്യേണ്ട. നേരിട്ട് നമ്മൾ ആ 6th പ്രോബ്ലം ചെയ്ത പോലെ ചെയ്താൽ മതി. ഇതിൽ ഫാക്ടറൈസ് ചെയ്യണം. അതേപടി തന്നെയാണ് 5th റോമൻ ന്യൂമറൽ. ഫാക്ടറൈസ് ട്രൈനോമിയൽ പോലെയാണ് അത് വന്നിരിക്കുന്നത്. 2 cos സ്ക്വയർ എ പ്ലസ് കോസ് എ മൈനസ് 1 ഈക്വൽ ടു 0 എന്നാണല്ലോ. മൈനസ് 1 ഈക്വൽ ടു 0. അപ്പൊ ഇതില് ട്രൈനോമിയൽ ഫോമിലാണ്. അപ്പൊ എന്താണ് നോക്കൂ, ഈ നമ്പർ മാത്രം നോക്കൂ. 2 1 മൈനസ് 1. അപ്പൊ സമ്മ് പോസിറ്റീവ് 1 അല്ലെ, മിഡിൽ ടേം. പ്രോഡക്റ്റ് എന്ത് വരണം? പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താല് 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 വരണം. അപ്പൊ ഏതൊക്കെയാണ് നമ്പേഴ്സ്? പോസിറ്റീവ് 2ഉം നെഗറ്റീവ് 1. Okay, so middle term you need to split it as 2 cos A minus cos A എന്ന് split ചെയ്യാം. ഇവിടെ മൈനസ് 1, ഇവിടെ 2 cos സ്ക്വയർ. ഓക്കെ, ഇനി ഇത് രണ്ടെണ്ണത്തിനെ ഗ്രൂപ്പ് ചെയ്തു, ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്ത് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് 2 cos A പുറമേ എടുത്തു. അപ്പോൾ ബാക്കി എന്ത് വരും? cos A പ്ലസ് 1 എന്ന് ബാക്കി വരും. ഇവിടെ രണ്ടെണ്ണത്തിൽ നിന്ന് മൈനസ് പുറമേ എടുത്തു. അപ്പോൾ cos A പ്ലസ് 1 ബാക്കി വരും. ഇനി ഇത് രണ്ടെണ്ണത്തിൽ നിന്നും cos A പ്ലസ് 1 പുറമേ എടുക്കാം. cos A plus 1 into 2 cos A minus 1 equal to 0. അപ്പോൾ either cos A equal to minus 1 or 2 cos A equal to 1, cos A equal to 1 by 2. Cos A equal to 1 by 2. Cos A equal to minus 1 or cos A equal to 1 by 2. ഇതിൽ എയുടെ വാല്യൂ ഇപ്പൊ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. വർക്ക് എനർജി പവറിൽ കോസിന്റെ വാല്യൂ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോൾ മൈനസ് ആണ്. അപ്പൊ ആംഗിൾ 180 ഡിഗ്രി ആവുന്നു. അപ്പൊ കോസ് 180 മൈനസ് 1 എന്ന് നമ്മൾ പഠിക്കുന്ന ആ ഫിസിക്സിലാണ്. മാത്സിൽ ഇതുവരെയും നമ്മൾ പഠിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ടീച്ചർ അന്ന് ഫിസിക്സ് ക്ലാസ്സിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തത് അറിയില്ലേ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പഠിച്ചിട്ടില്ല. കാരണം നമ്മൾ ഫിസിക്സിൽ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പ്ലസ് 1 പോലും പല കോൺസെപ്റ്റുകളും ഫിസിക്സിൽ ഓൾറെഡി പഠിക്കും. അത് കഴിഞ്ഞിട്ടാണ് പ്ലസ് 2 നമ്മൾ അത് മാത്സിൽ അതിൽ പഠിക്കുന്നുള്ളൂ. അതിന് മുന്നേ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഫിസിക്സിൽ ഫസ്റ്റ് ഇയർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ കോസിന്റെ വാല്യൂ നെഗറ്റീവ് വരുന്നത് നമ്മൾ വർക്ക് എനർജി പവറിൽ പഠിക്കുന്നുണ്ട്. മൈനസ് 180 ഡിഗ്രിക്കാണ് മൈനസ് 1 വരുന്നുണ്ട് കോസിന്റെ വാല്യൂ. അപ്പൊ എ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കോസയുടെ വാല്യൂ 1/2 ആകുന്നത് എയുടെ വാല്യൂ 60 ഡിഗ്രി ആണ്. ഇത് രണ്ടെണ്ണത്തിൽ ഏതാ എടുക്കുക? ഒരു പറഞ്ഞിട്ടുണ്ട് റേഞ്ച് 0 to 90 എന്ന്. അപ്പൊ എ ഈക്വൽ ടു 180 എടുത്ത് ആൻസർ അവിടെ എഴുതി വെച്ചാൽ അതിന് നമുക്ക് മാർക്ക് കിട്ടില്ല, ഒരു മാർക്ക് പോകും. അപ്പൊ ഏത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? എ ഈക്വൽ ടു 60. ഫൈനൽ ആൻസർ യു റൈറ്റ് ഇറ്റ് ആസ് ഹിയർ A equal to 60 എന്ന് എഴുതണം. ഇതാണ് അതിലൊരു ഡിഫറൻറ്റ് പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 13 ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അതൊരു കാര്യമില്ല, എയുടെ വാല്യൂ കാണാനാണ്. റൈറ്റ് സൈഡ് ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്യണം. എന്നിട്ട് റൈറ്റ് സൈഡിലെ ആൻസറിലേക്ക് എത്തിക്കും. ഓക്കെ, 13 സെക്കൻഡ് സൈൻ എ ഡിവൈഡഡ് ബൈ സി കെ മൈനസ് 1 plus sin A divided by ck plus 1 equal to 2 ആണ്. അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് സാധാരണ പോലെ ചെയ്യാം. ഓക്കെ, സാധാരണ പോലെ ചെയ്യാം. അപ്പൊ അവിടെ എന്താ വരുന്നത്? sin A into ck minus 1 ck plus 1 plus sin A into ck minus 1 all divided by sec square A minus 1 ഈക്വൽ ടു 2 ആണെന്ന് വെക്കാം. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്നാ വരും? സൈൻ എ സി കെ പ്ലസ് സൈൻ എ സി കെ മൈനസ് സൈൻ എ ഡിവൈഡഡ് ബൈ സിക്സ് സ്ക്വയർ എ മൈനസ് 1 is tan സ്ക്വയർ എ ഈക്വൽ ടു 2 എന്ന് വരും. ഇതിലെ പ്ലസ് സൈൻ എ പോയി. അപ്പൊ ഇവിടെ എന്ത് വരും? 2 സൈൻ എ സി കെ എന്ന് വരും. അതായത് 2 times sin A sec എന്ന് വരും. ഇനി നമുക്ക് ആ ടാൻ സ്ക്വയറിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ 2 tan സ്ക്വയർ എന്ന് വരും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാത്തിനും സൈനിന്റെയും കോസിലിട്ട് തമ്മിലാക്കാം. അപ്പൊ സി കെ എന്ന് പറഞ്ഞാൽ 1 by cos ആണ്. അപ്പോൾ 2 sin A divided by cos A എന്നായിരിക്കും ഇവിടെ വരും. അവിടെയോ 2 into sin square A divided by
കോസ് സ്ക്വയർ ഓക്കെ. ടാനിന്റെ ടേമിൽ തന്നെ ആക്കിക്കോ, കുഴപ്പമില്ല. ടാൻ ഈ 2 2 വെട്ടിപ്പോയി, ടാനെ തന്നെ ആക്കിക്കോളൂ. ടാനെ ഈക്വൽ ടു ടാൻ സ്ക്വയർ എന്ന് വന്നു. അപ്പൊ ഈ ടാനേനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ എന്ത് വരും? ടാൻ സ്ക്വയർ മൈനസ് ടാനെ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ ഇത് നിന്നൊരു ടാനെ പുറമെ എടുത്തു. ഇനി ടാനെ മൈനസ് 1 ഈക്വൽ ടു 0. സോ ഈതർ ടാനെ ഈക്വൽ ടു 0, എ ഈക്വൽ ടു 0 ഡിഗ്രി അല്ലെ? അല്ലെങ്കിലോ ടാനെ മൈനസ് 1 ഈക്വൽ ടു 0. സോ ടാനെ ഈക്വൽ ടു 1. സോ എ ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പൊ ഇത് ഏതൊക്കെയാണ് ആംഗിൾസ്? 0 ഡിഗ്രി ആൻഡ് 45. ഓക്കെ. അല്ലാതെ ആ ടാനെ വെട്ടിക്കളയരുത് കേട്ടോ. ടാനെ ആ ഒരു ടാനെ ഉണ്ടല്ലോ രണ്ട് സൈഡും, അത് വെട്ടിക്കളയരുത്. നമുക്ക് ഏത് വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ അതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കുക, ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, കോമൺ ഫാക്ടർ പുറമെ എടുക്കുക. ഈതർ ടാനെ ഈക്വൽ ടു 0 ഓർ ടാനെ മൈനസ് 1 ഈക്വൽ ടു 0. ആ ഫോമാറ്റിൽ തന്നെ ചെയ്യണം. ഓക്കെ. അല്ലാതെ വേഗം കൊണ്ടുപോയിട്ട് ടാനെ 0 ആക്കിയാൽ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടുള്ളൂ. എ ഈക്വൽ ടു 45 ഡിഗ്രി മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ എ ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടത്തില്ല. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 13 ഫസ്റ്റ് റോമൻ ന്യൂമറലും കൂടെ അതേപോലെ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിലെല്ലാം ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം, ക്വസ്റ്റ്യൻ നമ്പർ 10 ഒഴിച്ച്. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ 10 കൂടെ പഠിപ്പിച്ചു തന്നിട്ട് അത് അവസാനിപ്പിക്കും. ക്ലിയർ? സോ ഇതിലെ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത് ഇന്ന് കുറച്ച് ചെയ്തിട്ട് അയക്കാം. ഇനി അടുത്തത് 10 മുതലുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇപ്പൊ 1 മുതൽ 8 വരെയുള്ളതിന്റെ നാളത്തേന് തന്നെ അയക്കണം. ഓക്കെ, നാളത്തേന് തന്നെ അയക്കണം. 21E ഹോംവർക്ക് നാളത്തേന് അയക്കണം. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഞാനിത് ബാക്കിയുള്ളത് പഠിപ്പിച്ച് തന്നിട്ട് ചൊവ്വാഴ്ച അടുത്ത ബാക്കി എഴുതി അയച്ചാൽ മതി. GST മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ. താങ്ക് യു. Thank you, ma'am.